എല്ലാ കൂട്ടുകാർക്കും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 65 രൂപ, വെറും 65 രൂപ വിലയുള്ള ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ്. അതായത് ഉയരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക്. പിന്നെ പ്രത്യേകമായി ശ്രദ്ധിക്കണം, നമ്മളെ കയ്യിലുള്ള പൊസിഷൻസ് എല്ലാം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. കാരണം മെഗാ ഇവൻ്റാണ് നടക്കുന്നത്. അതായത് 5 വർഷത്തിനിടയിൽ നടക്കാൻ പോകുന്ന ഒരു ഇലക്ഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ മാർക്കറ്റിന് ആ ഇലക്ഷൻ്റെ റിഫ്ലക്ഷൻ മാർക്കറ്റിൽ ഉണ്ടാകും. അപ്പോൾ പുതിയ ട്രേഡേഴ്സ് അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം നിഫ്റ്റിയുടെ ലെവൽ ജസ്റ്റ് ഒന്ന് നോക്കി പോയിട്ട് നമുക്ക് അടുത്ത കാണാം. നിഫ്റ്റി ഇവിടെയാണ് നിൽക്കുക. അതായത് ഉയർന്ന ഹൈകൾ നിഫ്റ്റി കട്ട് ചെയ്ത് പോയിട്ട്, പക്ഷേ നിഫ്റ്റി ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു റെസിസ്റ്റൻസ് സോണിലാണ് എന്ന് പറയാം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു ലൈൻ വരച്ചു കൊടുത്താൽ കണ്ട, ഇവിടെ ഒരു ലൈൻ. അതുകൂടാതെ ഒരു ചാനലിൻ്റെ ഉള്ളിൽ കൂടെയാണ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടിയിലൊരു ചാനൽ ഇവിടെ അങ്ങനെ വരച്ചു കൊടുക്കണ്ട. ഈ സോണിലാണ് നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സോണിനുള്ളിലാണ് നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയുടെ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ നമുക്ക് നിഫ്റ്റിയുടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. നമുക്ക് ഈ ലൈനെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു ഇവിടെ നമുക്കൊരു റെസിസ്റ്റൻസ് ആയിരുന്നു നിഫ്റ്റിക്ക്. ഇവിടെ ആണ് നമുക്ക് ഇവിടെ റെസിസ്റ്റൻസ് സോണായിരുന്നു ഇവിടെ. അതിനുശേഷം നമുക്ക് നോക്കിയാൽ ഇവിടെ കാണാം വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ റെസിസ്റ്റൻസ് വരെ ടച്ച് ചെയ്തു. അതിനുശേഷം ഒരു 3 ക്യാൻഡിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. കണ്ടാ 3 ക്യാൻഡിൽ ഇവിടെ വന്നു. നമുക്കൊന്ന് ചാർട്ട് വലുതാക്കി നോക്കാം. കണ്ടാ മൂന്ന് ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ റെസിസ്റ്റൻസിൻ്റെ ഹൈ വരെ ഇവിടെ ടച്ച്. അതിനുശേഷം ഒരു 3 ക്യാൻഡിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതിനുശേഷം 4ാമത്തെ ക്യാൻഡിൽ ഒരു ലോങ് ലെഗ്ഡ് ഒരു റെഡ് ക്യാൻഡിലാണ്. അവിടെ ഒരു സെല്ലേഴ്സാണ് അവിടെ പൊസിഷൻ പിടിച്ചിട്ടത്. പക്ഷേ വീണ്ടും പിറ്റേ ദിവസം നിഫ്റ്റിക്ക് താഴാനായിട്ട് കഴിഞ്ഞില്ല, ഹൈ കട്ട് ചെയ്തു. പക്ഷെ നമ്മൾ നോക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ചെറിയ ക്യാൻഡിൽസാണ് വന്നിട്ടുള്ളത്. ചെറിയ ക്യാൻഡിൽസാണ് ഇവിടെ വന്നിട്ടുള്ളത്. നിഫ്റ്റി കട്ട് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്, പക്ഷെ ചെറിയ പക്ഷെ അപ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം അവിടെ ഒരു ന്യൂസ് എന്ന് പറയുന്ന ഒരു ഫണ്ടമെൻ്റൽ കാര്യം അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിഫ്റ്റി ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വരച്ച ആ ചാനലുണ്ടല്ലോ, ആ ചാനലിൻ്റെ മുകളിൽ ഒരു വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസിങ് വരുന്ന കാണിക്കുക. അതായത് ഇപ്പോൾ വന്നിരിക്കുന്നതൊക്കെ ചെറിയ ക്യാൻഡിലാണ്. അപ്പോൾ വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ അവിടെ ഒരു ക്ലോസിങ് ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് വീണ്ടും നിഫ്റ്റി ഒരു അപ്സൈഡ് മൊമെൻ്റം പ്രതീക്ഷിക്കാം. പക്ഷേ ഇവിടെയൊക്കെ നമുക്ക് ഒരു റിസ്ക് സോണാണ്. നിഫ്റ്റി ഹൈ കട്ട് ചെയ്തെങ്കിൽ കൂടിയും നിഫ്റ്റിയിൽ ഒരു വലിയൊരു കറക്ഷൻ അല്ല എങ്കിൽ കൂടിയും ചിലപ്പോൾ ഇലക്ഷൻ വരെയൊക്കെ ഇങ്ങനെ വരെയൊക്കെ പോകാനായിട്ട് ഒന്നും പറയാനായിട്ട് സാധിക്കില്ല. എങ്കിൽ പോലും നമ്മുടെ കയ്യിലുള്ള പൊസിഷൻസ് നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, അതേ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മളുടേതായ ചാർട്ടിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഷെയർ, അതായത് NMDC സ്റ്റീൽ എന്ന് പറയുന്ന ഷെയറാണിത്. നമുക്ക് ഇവിടെ നോക്കിയാലാണ് NMDC സ്റ്റീൽ 65 രൂപയുടെ കറണ്ട് മാർക്കറ്റ് റേറ്റ് ഉള്ളത്. അപ്പോൾ ഇതാണ് NMDC സ്റ്റീലിൻ്റെ ഒരു ഇൻട്രാഡേ ചാർട്ട് വ്യൂ. ഈ ഇൻട്രാഡേ ചാർട്ട് വ്യൂവിൽ നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് പിന്നിലേക്ക് ഒരു ചാർട്ട് നോക്കിയാൽ ഇവിടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത്, ഈ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്ത് വിത്ത് വോളിയത്തോടുകൂടി, നല്ല വോളിയത്തോടുകൂടി ഇവിടെ നമുക്ക് കണ്ടാലറിയാം ഇവിടെ വോളിയുണ്ട്, നല്ല ബ്രേക്ക്. പക്ഷേ ആ റെസിസ്റ്റൻസ് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. അതായത് റെസിസ്റ്റൻസ് കുറച്ചങ്ങോട്ട് പോയി വീണ്ടും താഴ്ന്നിട്ട് ഈ സോണിൻ്റെ ഉള്ളിൽ ഈ സോണിൻ്റെ ഉള്ളിൽ കുറച്ച് നാൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. ഈ സോണിൻ്റെ ഉള്ളിൽ കുറച്ച് നാൾ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നു. വലിയൊരു റെഡ് ക്യാൻഡിൽ വന്നു, അതിൻ്റെ ഉള്ളിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം അത് എന്തുകൊണ്ട് നമ്മൾ നോക്കേണ്ടത്, എന്തുകൊണ്ട് അവിടെ കുറച്ച് നാൾ ട്രേഡ് ചെയ്തു എന്നുള്ളത്. അതായത് അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഈ റെസിസ്റ്റൻസ് ഇവിടെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. പക്ഷേ ആ സപ്പോർട്ട് ഇത് ബ്രേക്ക് ചെയ്ത് താഴെ പോന്നിട്ടും ഏകദേശം 52 ലെവൽ വരെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 52 ലെവൽ എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത നമുക്ക് നോക്കാം. ചില പ്രത്യേകത, ചാർട്ടിലുള്ള പ്രത്യേകതകൾ. ഈ 52 ലെവലിൽ നമുക്ക് ഒരു ലൈൻ ഇവിടെ, ഇതാണ് ഒരു 52 ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, ആ ലെവൽ എന്ന് പറയുന്നത് നമുക്ക് ഒരു ബാക്കിലേക്ക് നോക്കി നോക്കാണ്ട. ആ 52 ലെവൽ എന്ന് പറയുന്നതിൻ്റെ, അതായത് ആ 52 ലെവൽ എന്ന് പറയുന്നത് ഇവിടെയൊക്കെ ഇത് റെസിസ്റ്റൻസ് ആയിരുന്നു. ഇവിടെ റെസിസ്റ്റൻസ്, ഇവിടെ വീണ്ടും റെസിസ്റ്റൻസ്,
ഇവിടെ വീണ്ടും റെസിസ്റ്റൻസ് കണ്ട ഒരു റെഡ് ക്യാൻഡിൽ വന്നിട്ട്. അപ്പോൾ മോസ്റ്റ് പ്രോബബിളി ഇത് കയറാൻ പറ്റാത്ത ഒരു ഏരിയ ആയിരുന്നു. അതിനുശേഷം ഈ റെസിസ്റ്റൻസ് കയറി വീണ്ടും ഇവിടം വരെ പോയിട്ട് ഇത് ചാടി കയറി. അപ്പോൾ ഈ റെസിസ്റ്റൻസ് ഈ 52 എന്ന് പറയുന്ന ഇവിടുത്തെ റെസിസ്റ്റൻസ് ഇവിടെ സപ്പോർട്ടായിട്ട് മാറി. ദാറ്റ്സ് ഓൾ. അതാണ് ഇവിടം വരെ വന്നിട്ട് വീണ്ടും ഇങ്ങനെ വന്ന് നിൽക്കുന്നത് ഷെയർ. അപ്പോൾ ഇനി നമുക്ക് അത് കഴിഞ്ഞു പോയ കാലം നമുക്ക് ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് മാർക്കറ്റ് കണ്ട ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതിനുശേഷം ആ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഒരു 6 ക്യാൻഡിലോ അല്ലെങ്കിൽ 7 ക്യാൻഡിലോ ഒരു കൺസോളിഡേഷൻ ഫേസ്ഡ് ഇവിടെ വന്നിട്ടുള്ളത്. കണ്ട ഇവിടെ ഒരു കൺസോളിഡേഷൻ ചെയ്തു. അതിനുശേഷം വിത്ത് ബിഗ് ഗ്രീൻ ക്യാൻഡിൽ വിത്ത് പോളിത്തോടു കൂടിയാണ് ഇവിടെ ഈ ചെറിയ കൺസോളിഡേഷൻ ഫേസ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നിന്ന് ഈ കറൻറ്റ് പൊസിഷനിൽ നിന്ന്, അതായത് നമ്മളൊരു ബൈ എൻട്രി കറൻറ്റ് പൊസിഷനിൽ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഇമ്മീഡിയറ്റ് ടാർഗറ്റ് ഒരു 72 വരെ ഈസി ആയിട്ട് കിട്ടാൻ വകുപ്പുണ്ട്. ഈ 72 വരെ നമുക്കൊരു ഇമ്മീഡിയറ്റ് ടാർഗറ്റ് ഇതിൽ കിട്ടാനായിട്ട് ചാർട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു വകുപ്പുണ്ട്. അതുകൂടാതെ നമ്മളെ കൃത്യമായ സപ്പോർട്ട് ഏരിയ ചെറിയൊരു സപ്പോർട്ടാണ് 60 പോയിൻറ്റ്. ഒരു 5 രൂപ മാത്രമാണ് ഇതിൽ സപ്പോർട്ട് വരിക. കറണ്ട് മാർക്കറ്റ് റേറ്റ് 65 അപ്പോൾ 5 രൂപ 60 രൂപയിലൂടെ സപ്പോർട്ട് വരുന്നത് അവിടെയാണ് നമുക്ക് SL ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ SL ക്രിയേറ്റ് 5 രൂപയുടെ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ട ഏരിയ. അപ്പോൾ നമുക്കിവിടെ 72 വരെ ഒരു ടാർഗറ്റും കൂടി ഇതിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതാണ് NMDC എന്ന് പറയുന്ന ഷെയറിൽ നമ്മൾ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ആയിട്ട് മാത്രം കാണാം. ഇതിനൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വീഡിയോ ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഒരു ചാർട്ടിൽ ഇങ്ങനത്തെ പാറ്റേണൊക്കെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു എൻട്രി ഉണ്ടെങ്കിൽ ഇത്ര വരെ പോകാം, അല്ലെങ്കിൽ ഇതിന് താഴെ വന്നു കഴിഞ്ഞാൽ ഈ ലെവലൊക്കെ താഴെ വന്നു കഴിഞ്ഞാൽ അത് വിറ്റുമാറേണ്ട പൊസിഷൻ എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ വീഡിയോ ആണ് ഇത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യാൻ പഠിക്കേണ്ട കാര്യമില്ല. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.